സാറേ, ഇറാൻ ഇസ്രായേലിനെ തകർക്കും, പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയെ ഞങ്ങൾ തകർക്കും, അമേരിക്കയോടാണ് പ്രതികാരം ചെയ്യേണ്ടത്, ഇസ്രായേലിനെ എക്കാലത്തും കൂടെ നിന്ന് ഇസ്രായേലിനെ ഒപ്പം നിർത്തി നമ്മളെ തകർക്കാൻ നോക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയും തകർക്കണം എന്നൊക്കെയുള്ള നിലപാടിൽ ഇങ്ങനെ ആയത്തുള്ള ഖൊമേനിയുടെ ശാസനയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അവർ ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ പുതിയ അവരുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് നമുക്ക് യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്തണം, അതായത് ചർച്ച നടത്തണം എന്നതിലേക്ക് വരികയാണ്. യുദ്ധം എന്ന തൽക്കാലത്തേക്ക് യുദ്ധത്തിലേക്ക് പോകണ്ട, എക്കാലവും നമ്മൾ യൂറോപ്യൻ യൂണിയനുമായി നല്ല ബന്ധമാണ്, അതുകൊണ്ട് ചർച്ച നടത്തണം. അപ്പോൾ ഇസ്രായേലുമായി ഒരു രമ്യതയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? രമ്യതയിലേക്കൊന്നും പോയില്ല. തൽക്കാലം യുദ്ധം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓരോ നാളെ യുദ്ധം, മറ്റന്നാൾ യുദ്ധത്തെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിഞ്ഞു പോയി. ഈ സാമാന്യ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് ഇപ്പോൾ ഒരു യുദ്ധം ഇറാൻ അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലേ അമേരിക്കയായിട്ട് ഒരു കാലത്ത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്നു ഉക്രൈനെ റഷ്യ ആക്രമിക്കില്ല, അത് വെച്ച് റഷ്യക്ക് ആക്രമിച്ചു. അങ്ങനെ അതിനെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക, തലവരാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. അവർ വിചാരിച്ച ലിമിറ്റഡ് സ്കെയിലിൽ വാറില്ലാതെ പോകുന്നുമില്ല, യുദ്ധം നീണ്ടുപോവുകയാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് കോമൺ സെൻസിക്കൽ അല്ലാതെ യുദ്ധം ചെയ്താലുള്ള പ്രശ്നം. നമ്മൾ ഈ പറയുന്ന യുദ്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് കോമൺ സെൻസിക്കലായിട്ട്. ഇനിയിപ്പോൾ ഒരു വാദം വന്ന് യുദ്ധം ചെയ്യാൻ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് യുക്രൈനിൽ സംഭവിച്ചത്. സാധാരണഗതിയിൽ അത് ഇൻ്റർനാഷണലി പണ്ഡിറ്റുകളെല്ലാം പറഞ്ഞത് യുദ്ധം ഉക്രൈനെ റഷ്യ ആക്രമിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മളും പറഞ്ഞത് ഇറാൻ ഇപ്പം ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഇറാനില്ല. ഇറാൻ ആക്രമിക്കുക എന്നുള്ള ഖൊമേനി എന്നുള്ള ഭ്രാന്തൻ്റെ സ്വപ്നമാണ്, സ്വപ്നൻ്റെ പകൽക്കിനാവാണ്. കുറേ പ്രായമായില്ലേ അദ്ദേഹത്തിന്? പ്രായമാകുമ്പോൾ ഇങ്ങനെ കൂടി ഒരു യുദ്ധമൊക്കെ കണ്ടിട്ട് മരിക്കാൻ. അപ്പോൾ പലപ്പോഴും പ്രായമാകുമ്പോൾ പലപ്പോഴും നമ്മളെ കഴിവുകൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് അയാളുടെ ഒരു പ്രശ്നം. പക്ഷേ അവിടെ പട്ടാളം എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി റിയലിസ്റ്റിക്കാന്ന് തോന്നുന്നു. അവർ തയ്യാറല്ല. അതിന് യുദ്ധം വന്നാൽ അവർ ഇൻറ്റേർണലി വലിയ അൺട്രസ്റ്റ് ഉണ്ട് ഇറാനിൽ. ജനങ്ങൾ ഇവരുടെ എസ്പെഷ്യലി അർബൺ മിഡിൽ ക്ലാസ് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ് ഈ പോക്കിൽ. അപ്പം പുറത്തുനിന്ന് യുദ്ധൻ്റെ അകത്തുനിന്നും കൂടി പൊട്ടിത്തെറി ഉണ്ടാവും. അകത്തുനിന്ന് പൊട്ടിത്തെറിയിൽ ഇറാൻ എന്ന് പറഞ്ഞ ഇന്നുള്ള സംവിധാനങ്ങൾ ഇല്ലാതാവും. അത് അറിയാവുന്നതുകൊണ്ടാണ് പട്ടാളമാണ് ഇപ്പോൾ യുദ്ധം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അത് വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനാണ് ഇറാൻ്റെ പുതിയ വിദേശകാര്യമന്ത്രി. അല്ല, അതേ പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി ഇസ്രായേൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ നാവീനെ ഇറാനിന്ന് കൊന്നു, അവരുടെ പ്രസിഡന്റിനെ എങ്ങനെ മരിച്ചു എന്ന് പോലും അറിയില്ല, ഒറ്റ കാശാന്ന് പറയുമ്പോൾ. അപ്പോൾ ആ രീതി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചില്ല പിന്നെ മഹാനാശമാണല്ലോ ബൈബിള് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലേ, ആദ്യം കല്ലുമായി ഉപയോഗിക്കും. പിന്നെ ആരും ഇന്നലെ കമൻറ്റ് ചെയ്തിരിക്കുന്നു, പഴയ നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഞാൻ വായിച്ചു, എനിക്ക് ബൈബിൾ വലിയ ഇഷ്ടമാണ്. ആദ്യം പുതിയ നിയമമാണ് വായിച്ചത്. ഞാൻ ഈ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കോളേജിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനെ ഭയങ്കര സെക്യുലറായിരുന്നു. അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് അത് കണ്ടിട്ട് ഞാൻ ബൈബിൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ ബൈബിളിനോട് എനിക്ക് സ്നേഹം വന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ അപ്പോൾ പുതിയ നിയമത്തിൽ പഠിച്ചപ്പോൾ പിന്നെ ജീസസിൻ്റെ താവഴി അറിയാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിൽ അതും എനിക്കൊരു ആംഗ്ലിക്കൻ ചർച്ചപ്പെട്ട ഇപ്പോൾ ഒരു ബന്ധക്കോസാണ് ടീച്ചറുണ്ട്, ഷീല മിസ്സ് ഉപയോഗിച്ചിരുന്ന ബൈബിൾ എനിക്ക് തന്നു. അപ്പോൾ അതാണ് ഞാൻ വായിച്ചത്. ഞാൻ പലഘട്ടത്തിലെടുത്ത് വായിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ, അതറിയാൻ വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ എനിക്ക് സാമാന്യം തന്നെ ഭേദപ്പെട്ട ധാരണ ബൈബിളിനെ പറ്റിയുണ്ട്. അത് ഹിന്ദു പുരാണങ്ങൾ ഞാൻ കുട്ടിക്കാലം തൊട്ടേ വായിക്കുന്നത്, ഞാൻ പഠിക്കുകയും ചെയ്തു. MA വരെ ഇന്ത്യൻ ഫിലോസഫിയും ഉപനിഷത്തൊക്കെ പഠിച്ചത്. ഖുർആൻ ഞാൻ മലയാളത്തിലാണ് പഠിച്ചത്. ഇവിടെ പല അറബിക്ക് പഠിക്കുക, അറബി പഠിച്ചാൽ ആർക്കൊന്നും മനസ്സിലാവാറില്ല. പഠിച്ച് ബൈഹാർട്ടാക്കി പോകുന്നതിനെ പഠിക്കുന്നത്. ഞാൻ മലയാളത്തിലാണ് ഖുർആൻ വായിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ സുന്നി മദ്രസകളിൽ ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഇത് മലയാളത്തിലല്ല അറബിക്കിലായും പഠിപ്പിക്കുക. അത് നമ്മളിങ്ങനെ ഓതി പഠിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞു തരും. പക്ഷെ അതൊന്നും അന്നപ്പോൾ നമുക്ക് പിന്നെ ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇത് പഠിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേഴ്സസ് ഒക്കെ കാണാൻ പാഠം പഠിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം അറിയണമെന്നില്ല. പിന്നെ ഈ അർത്ഥം നമ്മൾ പഠിക്കുക ഈ മതപ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ. പിന്നെ ഞങ്ങളെന്നാൽ അവിടെയുള്ള ഈ സുന്നി മതപ്രവാചകർ വിദ്വേഷം പറയുന്ന ആളുകളല്ല, ചിലപ്പോൾ മണ്ടത്തരം പറയും, വിദ്വേഷം പറയാറില്ല. അതുകൊണ്ട് അതൊരു പ്രോബ്ലം അല്ല. ഈ വിദ്വേഷം പറയുന്നത്, ഈ രഹസ്യമായി പറയുന്നത് ഈ മുജാഹിദ് ബാലിശ്ശേരി പോലെ സലഫികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെയാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാർ പൊതിഞ്ഞേ പറയുള്ളൂ, സലഫികൾ ഓപ്പണായി പറയും. പിന്നെ വേറെ ചില ടീംസ് ഉണ്ട്, സബാസ്റ്റ്യൻ പുന്നക്കലിനോട് മേടിച്ച് കൂട്ടുന്ന ടീംസ്, അവരാണ് പറയുന്നത്. അപ്പം ഞാൻ പിന്നെ അതുകൊണ്ട് മുജാഹിദുകൾ പക്ഷേ മലയാളത്തിൽ പഠിപ്പിക്കും. അവർ മദ്രസ മലയാളത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. ഞങ്ങളെ പക്ഷേ സുന്നികളാണ്.
അപ്പം ഞാൻ പിന്നെ മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് മേടിച്ചിട്ടാണ് ഖുർആൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മതഗ്രന്ഥങ്ങൾ, അതുകൊണ്ട് തന്നെ എനിക്കൊരു മതത്തോടും വെറുപ്പില്ല, എല്ലാത്തിനോടും സ്നേഹവും ഇഷ്ടമൊക്കെ തന്നെ. പിന്നെ എല്ലാത്തിനും കുറച്ച് നല്ലതുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ഞാൻ കണ്ടത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ആകപ്പാടെ അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജീസസ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയൊക്കെ മാത്രം മാതൃക. പിന്നെ പൊളിറ്റിക്സിൽ ഇടപെടുന്നില്ല, സീസണുള്ള സീസൺ കൊടുക്കുക, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക എന്ന് പറയും. പിന്നെ അദ്ദേഹം ആപ്പാട് ഒരിക്കലും ചാട്ടവാ എടുത്തുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലെ പാട്രീഷ്യൻസിനെതിരെയാണ് അവർ. അപ്പോൾ അങ്ങനെ എനിക്ക് പുതിയ നിയമത്തോടും ജീസസിനോടും അങ്ങനെ വല്ലാത്ത അടുപ്പം എനിക്കുണ്ട്. പക്ഷേ നമ്മളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഖുർആനാണ്. പിന്നെ വേറെ കൾച്ചറലി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഉപനിഷത്തായിരിക്കും. മതപരമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഖുർആനാണ്. ഇപ്പം ഉപനിഷത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സാദൃശ്യമുണ്ട്. പക്ഷേ ഉപനിഷത്തുകൾ ഒരിക്കലും വയലൻസ് വരുന്നില്ല. ഖുർആനിൽ ചില ഘട്ടങ്ങളൊക്കെ വയലൻസ് വരുന്നു, പക്ഷേ കോണ്ടക്സ്റ്റിലാണ്. ഈ ഭഗവത്ഗീതയിൽ തന്നെ ശ്രീകൃഷ്ണന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ ജനനം ആ സമയത്തുള്ള സംഭവങ്ങൾ ഏകദേശം അങ്ങനെയുള്ള സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ. അങ്ങനെയുള്ള സാദൃശ്യങ്ങൾ യേശുക്രിസ്തു ജനിക്കുന്ന സമയത്തും രാജാവ് അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ ഉത്തരവിടുന്നു, വീടുകൾ കയറി വധിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സമയത്തും കംസൻ, അല്ല എബ്രഹാമിന്റെ കാലഘട്ടത്തിലുണ്ട്, എബ്രഹാമിന്റെ കാലത്തും സെയിം കാര്യം നടക്കുന്നുണ്ടല്ലോ, ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പൊതുകഥയിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ട് വന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ സാദൃശ്യങ്ങളുണ്ട്. നമ്മൾ കണ്ട ബലി എന്നുള്ള ബാബിലോണിയയിലെ ദൈവം, ആ ബലിയാണ് നമ്മളെ മഹാബലി എന്ന് അറിയപ്പെടുന്നത്. ഏതായാലും ബലി അവിടെ ദൈവം ഉണ്ടായിരുന്നു. പിന്നെ ബാബിലോണിയൻ സിവിലൈസേഷൻ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഈ സോക്കോൾഡ് ദ്രവീഡിയൻ സിവിലൈസേഷനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ജനറ്റിക്കൽ എവിഡൻസും കിട്ടിയിട്ടുണ്ട്, അത് വേറൊരു വിഷയമാണ്. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഇടയ്ക്ക് കഥകളിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ഇറാൻ. ഇറാനിൽ എവിടെ തന്നെ പറഞ്ഞു നിർത്തി? പിന്നെ ഞാൻ വിട്ടുപോയി നിർത്തി. ഇറാൻ്റെ ഈ പഴയ നിയമത്തിൽ പറയുന്ന കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഗൊമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അങ്ങേര് ഈ കുറച്ച് ഫണ്ടമെന്റലിസ്റ്റാണ്. അങ്ങയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അപ്പോൾ സുന്നികളുടെ ഇടയിൽ നിന്ന് തല എടുപ്പുള്ള നേതാവില്ല. അപ്പോൾ സദ്ദാം ഹുസൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സുന്നികളുടെ ഒരു സുന്നികൾ അപ്പം ഒന്ന് ബാക്ക് ഫുട്ടിൽ നിൽക്കുമ്പോൾ ഷിയാക്കളെ മുസ്ലിങ്ങളെ ചാമ്പ്യന്മാരാക്കി മാറ്റുക എന്നുള്ള പരിപാടിയാണ് അങ്ങേര്. അപ്പോൾ അതിനങ്ങനെ വളരെ തന്ത്രപരമായി ചെയ്തതെന്ന് വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ബേസിക്കലി സുന്നി സാധനമാണ്. പക്ഷെ അതിനെയൊക്കെ തന്നെ അങ്ങേര് സ്വാധീനിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇറാൻ ഭയങ്കര കാര്യമാണ്. അത് ശരി. അപ്പം ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ അതിനെ ഇവർ ഇസ്ലാമിൻ്റെ ചാമ്പ്യനായിട്ട് വരാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് ഷിയ ഇസ്ലാമിൻ്റെ ചാമ്പ്യനായിട്ട് വരുന്നത്. അതിന് അത് ഈ ആയുധം കൊണ്ടൊന്നും പറ്റില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു പൊപ്പക്കാരൻ്റെ മെഷീനറി അങ്ങോട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ വലുതും ഛർദ്ദിച്ച് വെക്കുന്നത്. ഇസ്രായേൽ ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും എന്നൊക്കെ. അല്ല, അവർ പറഞ്ഞു വിടുന്ന ഇവിടെ കണ്ണു അടച്ചിട്ട് ആളുകൾ അങ്ങ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? കണ്ണു അടച്ച ആളുകൾ അങ്ങ് ചെയ്യുന്നതാണ്. അപ്പം ചെയ്യുന്നതും പറയുന്നതുമാണ്. ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയി നോക്കുമ്പോൾ ഒക്കില്ലല്ലോ. നമുക്കറിയാലോ അമേരിക്കയുടെ പിന്നെ മിലിറ്ററി സ്ട്രെങ്ത് എത്രയാണ്, അവരുടെ വാർ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ഫൈറ്റേഴ്സ് ഏതൊക്കെയാണ്, അവരുടെ സബ്മറൈൻസ് ഏതൊക്കെയാണ്, എത്ര പിന്നെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ടൊക്കെ നമുക്കറിയാം. ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ AI, ഡ്രോൺ, UAV ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് യുദ്ധത്തിൽ. അതൊന്നും ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇവരേതോ 6th ജനറേഷൻ ഫൈറ്റർ ഉണ്ടാക്കിയില്ല, അത് പറഞ്ഞോ പഠിച്ചോണ്ടാണ് അതിൻ്റെ കാര്യം. പുതിയ ആയുധങ്ങളൊന്നുമില്ല. അല്ല, അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നടക്കുകയല്ല. അത് പുതിയ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതിനുള്ള അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. ഈ സാങ്ഷനുള്ള അത്രയും ടെക്നോളജി അവർക്ക് അവിടെ ഇൻഡിപെൻഡൻ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അമേരിക്കയുടെ UAV അവർ വെടിവെച്ചിട്ടിരുന്നു. അതിനെ എഞ്ചിനീയർ ചെയ്ത് അതുപോലെ സാധനം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അവർ പിന്നെ ഇവിടെ ഉപയോഗിച്ചത്. ഉക്രൈനിൽ ഉപയോഗിക്കാൻ വേണ്ടി റഷ്യക്കൊക്കെ കൊടുത്തിരുന്ന ആ സാധനമാണ്. അത് ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണണം, എവിടെ എത്തിയിട്ടില്ല. പിന്നെ ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി, അത് ജപ്പാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ പറഞ്ഞിട്ടില്ല സാധനം. അത്ര എളുപ്പമൊന്നുമല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, പിന്നാലെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. നമ്മൾ തേജസ് 3.5 നമ്മൾ എത്തിക്കുന്നുള്ളൂ. അന്നപ്പോഴല്ലേ അവരെ കാര്യം. അപ്പം അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഇത് റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഇവർ ആക്രമിക്കില്ല. കാരണം സൈന്യം എതിരാവും. സൈന്യത്തിന് അറിയാലോ ശക്തത്തിനാണ്. ഇവരെന്തായിരുന്നു ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇൻ്റർനാഷണൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വാധീനമുള്ള മീഡിയ ഉണ്ട്. മീഡിയ 1 അതുപോലെ മാധ്യമം പോലെയുള്ള ഇത്തരം മാധ്യമങ്ങൾക്ക് ഒരു ഫീഡ് കൊടുക്കുകയാണ്. ആ ഫീഡ് ഇവിടെയുള്ള ആളുകൾ അതേപോലെ ഛർദ്ദിക്കും. അപ്പോൾ ഒരിക്കലും ശരി, നാളെ അമേരിക്ക താക്കാൻ പോകുന്നു, ഇറാൻ അമേരിക്കനെ തോൽപ്പിക്കാൻ പറ്റും. ഫുട്ബോളിൽ അവർ തോൽപ്പിച്ചിട്ടുണ്ട് അലിദായിയുടെയൊക്കെ സമയത്ത്. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റും ഫുട്ബോൾ അവർ ഭേദപ്പെട്ട ടീമാണ്. ഇറാൻ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റും സിനിമയിൽ. ഇവരുടെ സിനിമകൾ ഇസ്രായേലി സിനിമകളെക്കാട്ടും ഭേദമാണ്. അമേരിക്കനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു അത്തരം ഗ്രാൻഡായിട്ടുള്ള സിനിമകൾ അവർക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ബജറ്റോ അല്ലെങ്കിൽ സംവിധാനമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ യുദ്ധത്തെ തോൽപ്പിക്കാൻ പറ്റും. ചുരുക്കത്തിൽ നമുക്ക് പറഞ്ഞ അവസാനിപ്പിക്കും, ഇറാൻ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് ഈ പറയാം.
ആണ് അത് എനിക്ക് അത് കാരണം മിലിറ്ററിയാണ്. ഉം. മിലിറ്ററി വാൺ ചെയ്തിട്ടുണ്ടാവും. മിലിറ്ററി സ്പ്ലിറ്റ് ആവും. മാത്രമല്ല അവിടുത്തെ മിലിറ്ററി നന്നായിട്ട് മൊസാദ് നോഞ്ഞതായിട്ടുണ്ട്. മൊസാദുണ്ട്. അത് അത് ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. പിടിക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. ഉം.